കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന രഞ്ജുനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഗോവിന്ദ് നേരെ വീട്ടിലേക്ക് വരണം. വരുന്ന വഴിക്ക് എല്ലാ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഷിബുവിനോട് പറഞ്ഞു ഇത്രയോടെ സ്പീഡിൽ വണ്ടി വിടും ഷിബു എന്ന് പറയണം. അങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി ഗോവിന്ദ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഹാളില് രേഖയും ഗീതവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ രേഖയാനും ഗീതിനെ കണ്ടപടി തന്നെ ഗോവിന്ദ് വന്നിട്ട് ചോദിച്ചു, അല്ല രഞ്ജു പോയെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ഗീത രേഖയോട് രഞ്ജുവിനെ കാണാതെ ഇരിക്കത്തില്ലെന്ന് തോന്നുന്നത്, അതാന്ന് തോന്നുന്നു അന്വേഷിച്ചോടി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഗോവിന്ദ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് അങ്ങോട്ട് വന്ന കാഞ്ചനോട് ചോദിച്ചു, രഞ്ജു പോകുന്ന കണ്ടോന്ന് ചോദിക്കുക. കാഞ്ചന പറഞ്ഞു പോകുന്ന കണ്ടില്ല, പക്ഷെ ഒരുങ്ങി നിൽക്കുന്ന കണ്ടായിരുന്നു പറയണം. പിന്നീട് അകത്തേക്ക് ഓടിപ്പോയി രഞ്ജുവിന്റെ മുറിയുടെ അവിടെ പോയി മുട്ടുവാണ്. അപ്പൊ മുറി ലോക്ക് ചെയ്തേക്കുന്നുണ്ട്. ഈ സമയത്ത് രേഖ ഗീതനോട് പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, വാ നോക്കാന്ന് പറയണം. ചിലപ്പോ ഇനി അവളെ കാണാത്തോണ്ടൊരു വെപ്രാളമായിരിക്കും. ഈ സമയം കാഞ്ചന പറഞ്ഞു ഒരു പക്ഷേ ഇനിയിപ്പൊ ഗോവിന്ദമാമയുടെ എന്തേലും അടിച്ചു മാറ്റിക്കൊണ്ട് അവൾ പോയി കാണുമോ, അതായിരിക്കുമോ ഗോവിന്ദമാമ ഇത്ര വെപ്രാളപ്പെടുന്നതെന്ന് ചോദിക്കണം. നീ ഒന്നും മിണ്ടാതിരിക്കുക കാഞ്ചന എന്ന് പറഞ്ഞിട്ട് രേഖയും ഗീതവും നേരെ രഞ്ജിനും മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് രാധികാമ്മയും വരണു അങ്ങോട്ട് വന്നത്. അപ്പൊ കഥയും മുട്ടിയിട്ടൊന്നും കഥ തുറക്കുന്നില്ല. അപ്പൊ ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു അവള് പോകുന്ന സമയത്ത് ഇങ്ങനെ മുറി ലോക്ക് ചെയ്തിട്ട് പോവാറുള്ള പതിവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. കാഞ്ചന ഇതിന് സ്പെയർക്കേ ഇല്ലേന്ന് ചോദിക്കുകയാണ്. സ്പെയർക്കേ ഉണ്ട് മാമ, എന്നാ എത്രയും പെട്ടെന്ന് പോയി എടുത്തോണ്ട് ഞാൻ പറയണം. കാഞ്ചന അങ്ങനെ സ്പെയർക്കേ എടുക്കാനായിട്ട് ഓടുവാണ്. ഓടിപ്പോയി സ്പെയർക്കേ എടുത്തോണ്ട് വരിക. കീ എടുത്തോണ്ട് വന്ന് ഡോറങ്ങൾ തുറക്കുക. ഡോറ് തുറക്കുമ്പോൾ ഗോവിന്ദ് കാണുന്ന കാഴ്ച തറയിൽ ബോധരഹിതമായിട്ട് കിടക്കുന്ന രഞ്ജുവിനെ മൂക്കിൽ കൂടെ എല്ലാം ബ്ലഡ് വന്നിട്ടുണ്ട്. ഓടിപ്പോയിട്ട് ഗോവിന്ദ് അവളെ കോരി എടുക്കുക. കോരി എടുക്കാൻ രേഖയും കൂടെ സഹായിച്ചു. തോളത്തിട്ടും കൂടെ ഇറങ്ങി ഓടിപ്പോവാണ്. ഈ സമയം രാധികാമ്മ വരുന്നോട് പറഞ്ഞു അവളുടെ കഥ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പൊ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. ഇനിയാണ് നമ്മൾ കളി തുടങ്ങാൻ പോണേന്ന് പറയാം. ഈ കാഴ്ച കണ്ട് ഗീതുവും രേഖയും അമ്പരം നിൽക്കുവാണ്. അവർക്കൊക്കെ ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാതെ ഓടി താഴേക്ക് ചെല്ലുക. ഓടി താഴേക്ക് എന്നിട്ട് വണ്ടി എടുക്കും ഷിബുന്ന് അലറുമായിരുന്നു ഗോവിന്ദ്. പെട്ടെന്ന് അതിനകത്തേക്ക് കയറ്റിക്കിടത്തി രഞ്ജുവിനെ. പിന്നെ ഗോവിന്ദ് കയറി വണ്ടി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗീത പുറകെ ഓടിച്ചെന്നു. ഗോവിന്ദേട്ട ഞാനും കൂടെ വരാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദിന് ദേഷ്യം വന്നു. എൻ്റെ കൂടെ ആരും വരണ്ട, ഒരു കാര്യം നീയൊക്കെ ചെയ്തു പ്രാർത്ഥിച്ച രഞ്ജുവിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ കരയേണ്ട വരുമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് കാർ അങ്ങോട്ട് വിട്ടു പോവാണ്. ഈ സമയത്ത് ഗീത ഓർത്തിത് എന്ത് പറ്റിയ ഒരു ഐഡിയ ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും. രേഖയോട് പറഞ്ഞു എന്താ രേഖേച്ചി ഇതൊക്കെ, ആ മുറിക്കകത്തുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞില്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് വരുണിന്റെ രാധികാമ്മ അങ്ങോട്ട് വന്നേ. അപ്പം ഗീതുവിന് മനസ്സിലായി ഇത് ഇവരുടെ പരിപാടിയായിരിക്കും. വന്ന ഉടനെ ഗീത പറഞ്ഞതേ സത്യം പറഞ്ഞു, ആരാ രഞ്ജുവിനെ മുറി പൂട്ടിയിട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കൂന്ന് പറയണം. ഈ പറച്ചില് കേട്ടത് തന്നെ രാധികാമ്മ പറഞ്ഞു അതൊക്കെ അറിയാം, രണ്ടുപേര് ചേർന്നിട്ടാ മുറി പൂട്ടിയിട്ടിരിക്കുന്ന പറയണം. രണ്ടുപേരോ, അതാരാ രണ്ടുപേര്? രേഖയും ചോദിച്ചു. ആരാണെങ്കിൽ സത്യം പറ രാധികാമ്മ, രണ്ടുപേര് ആരാന്ന് ചോദിക്കണം. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്കറിയാം ആരാന്ന്, അതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ട ആൾക്കാർ ഞങ്ങൾ പറഞ്ഞോളാം. ഇനിയിപ്പോ കൂടുതൽ അതിന്റെ പുറകെ ആരും അന്വേഷിച്ചിറങ്ങണ്ടെന്ന് പറയണം. ഗീത പറഞ്ഞു അതെ ആരാണെങ്കിലും ഞങ്ങൾക്കറിയണം ആ രണ്ടുപേരെ ആരെന്ന്. രാധിക പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, അതിനുള്ള തെളിവ് നിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, ബാക്കി തെളിവാണെങ്കിൽ ഞാൻ ഗോവിന്ദന്റെ ഫോണിലേക്കും അയച്ചിട്ടുണ്ടെന്ന് പറയാം. എന്റെ ഫോണിലേക്കോ, അതെന്ത് തെളിവാ? പെട്ടെന്ന് ഗീത പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരില്ലാതെ ഈ പണി ചെയ്യത്തില്ലെന്നറിയാം, ഇതിന്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിടുവല്ല ഗോവിന്ദേട്ടൻ എന്ന് പറഞ്ഞിട്ട് നേരെ ഗീത മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് പോയി ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്ത് ഈ സമയത്ത് കുറെ കാഞ്ചനയും രേഖയും വന്നിട്ടുണ്ടായിരുന്നു. ഗീത ഫോൺ എടുത്ത് നോക്കിക്കഴിയുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് ഫോട്ടോസുകളൊക്കെ ഉണ്ടായിരുന്നു. രേഖ മുറിയുടെ ഡോർ ലോക്ക് ചെയ്യുന്ന പിന്നീട് ഗീതു അടുത്ത് നിൽക്കുന്നതൊക്കെ ഇത് കണ്ട് ഗീതുവും രേഖ ഒരു നിമിഷം ഞെട്ടിത്തിരിക്കുവാണ്. ഇതെങ്ങനെ സംഭവിച്ചു? താങ്കള് ഈ മുറി വന്ന് ലോക്കയിൽ നിന്ന് തൊട്ട് നോക്കിയതാണ്. ലോക്കയിൽ തൊട്ട് നോക്കാൻ കാരണം എന്താ, അകത്തുനിന്ന് എന്തോ ഒരു ഒച്ചപ്പാട് വിളിക്കുന്ന കഥയെ മുട്ടുന്ന പോലെ സൗണ്ട് കേട്ട് അവർ അങ്ങോട്ട് വന്നത്. പക്ഷെ അത് മറിഞ്ഞു നിന്ന് വരുണും രാധികാമ്മ ഫോട്ടോ എടുത്തിരിക്കുകയായിരുന്നു. ഇത് കണ്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോഴാണ് രാധികാമ്മ വരണു അങ്ങോട്ട് തന്നെ. തെളിവുകളെല്ലാം കിട്ടി ബോധിച്ചാലോ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു ഈ രണ്ട് ഫോട്ടോസ് വെച്ചാണ് രാധികാമ്മ ഞങ്ങളെ കൊടുക്കാൻ നോക്കുന്നത്, ഞങ്ങളാന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായ രാധികാമ്മ ഇതിന്റെ പുറയിൽ ആരാന്ന്. ഇത് രാധികാമ്മയാന്നുള്ള സത്യം ഞങ്ങൾക്ക് അറിയാന്ന് പറയാണ്. രാധികാമ്മ പറഞ്ഞു എന്നാര് പറഞ്ഞു, ഇപ്പൊ തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗീതു ഇങ്ങനെ ആലോചിച്ചു, ഇവരിങ്ങനെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കണേ എന്തേലും കാരണം കാണും. അപ്പൊ തന്നെ കൊടുക്കാനുള്ള പ്ലാനിങ് ഇതല്ല. കാഞ്ചന പറഞ്ഞു എന്റെ ദൈവമേ നിങ്ങൾ രണ്ടുപേരും ഒരു പരിപാടി ചെയ്തതെന്ന് ചോദിക്കണം. രേഖ പറഞ്ഞു കാഞ്ചനെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഗീത പറഞ്ഞു അതെ
അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ ഈ തെളിവ് ഞങ്ങളല്ലേ കണ്ടുള്ളൂ. ഇതിപ്പോ ഗോവിന്ദേട്ടൻ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഗോവിന്ദേട്ടൻ കാണാതിരിക്കാനുള്ള പരിപാടിയൊക്കെ അറിയാന്ന് പറയണം. ഇത് കേട്ടതിന് രാധിക പറഞ്ഞു, അല്ല കണ്ണൻ കണ്ടില്ലെന്ന് ആരാ പറഞ്ഞേ? ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് അങ്ങോട്ട് കാണിക്കണം. അത് 2 ബ്ലൂടൂത്ത് വീണിട്ടുണ്ട്. ഇന്ന് നോക്കിയേ, കണ്ണന് ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓഡിയോ ക്ലിപ്സും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഡിയോ ക്ലിപ്സോ? ഇതും ജഞ്ചു ഒന്ന് ഞെട്ടി. ഈ സമയത്ത് ഫോണില് വന്ന മെസ്സേജസ് ഒക്കെ നോക്കുമായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗീതു രേഖയും അവിടെ പോയി നിൽക്കുന്ന ആ ഫോട്ടോസ് അല്ല ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് സമനില തെറ്റുന്ന പോലെ തോന്നി. പിന്നീട് രാധികാമ്മയുടെ ഓഡിയോ ക്ലിപ്സും കണ്ടോ, ഇവർ രണ്ടുപേരുമാണ് ആ ചതി ചെയ്തിരിക്കുന്നത്. രഞ്ജുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നതായിരുന്നു. കണ്ടോ, രഞ്ജുവിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ഗീതുവിന്റെ പ്ലാനിങ് അത്. ഗീതു കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടായിരുന്നു, രഞ്ജുവിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആരും പ്രതീക്ഷയില്ല കണ്ണാന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഓഡിയോ ക്ലിപ്സൂടെ. ഗോവിന്ദനാണെങ്കിൽ സമനില തെറ്റുന്ന പോലെ തോന്നി. ഈ സമയത്താണ് അങ്ങോട്ട് അജാസ് വരുന്നത്. അജാസ് വന്നിട്ട് പറഞ്ഞു, അല്ല രഞ്ജുവിനെ ഐസിയുലേക്ക് മാറ്റിയെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദനിൽ ഒരു ഞെട്ടലുണ്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്ന വിജയലക്ഷ്മിനെ ഫോൺ ചെയ്ത് പറയണം അവിടുത്തെ ഡോക്ടർ. അപ്പൊ സ്ഥിരമായത് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പൊ വിജയലക്ഷ്മിനെ അറിയാവുന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം. ഇത് കേട്ടൻ വിജയലക്ഷ്മി ഓടി പൂജാമുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പ്രാർത്ഥിക്കുക, എന്റെ ദേവി ഒരാപത്തും അവൾക്ക് വരുത്തല്ലേ. എന്റെ ജീവൻ വേണം നീ എടുത്തു. ഇത്രയും നാളായി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ ജീവൻ വേണേ ഞാൻ പകരം തരാം. പക്ഷെ അവളുടെ സിറ്റുവേഷൻ അറിയാലോ. അവൾക്കൊരു പോറല് പോലും പറ്റാതെ എന്നെ തിരിച്ചേൽപ്പിക്കണം. ഇതെന്റെ അപേക്ഷയല്ല, ഇതെന്റെ ശംഖ് പൊട്ടിയാലെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് പൊട്ടിക്കരയാണ്. പിന്നീട് ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് വിജയലക്ഷ്മി വീണ്ടും കോൾ എടുക്കുവാണ്. എന്ത് ചെയ്യണം നിർത്തില്ലാത്ത ആകെപ്പാടെ ഒരു വെപ്രാളമാണ് വിജയലക്ഷ്മി കാണുന്നത്. പിന്നീട് കാണിക്കുന്ന രാധികാമ്മയുടെ വരുണിന്റെ അടുത്തേക്ക് ഗീതും രേഖയും കാഞ്ചനയും കൂടെ വരുന്നുണ്ട്. ഈ സമയത്ത് രാധികാമ്മ ചോദിച്ചു, എങ്ങനെയുണ്ട്? ഇപ്പൊ തന്നെ ഗോവിന്ദ് വിളിച്ചോളൂ, വരുമ്പോ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, 2 പേർ കൂടെ പുറത്തേക്ക് പോകാന്ന് പറയാൻ. ഇത് കേട്ടാൻ ഗീത് പറഞ്ഞു, അല്ല ഈ ഓലപ്പാമ്പിനെ കണ്ടോണ്ട് രാധികാമ്മ ഞങ്ങളെ പേടിപ്പിക്കുന്നത്, അതൊക്കെ വെറുതെ രാധികാമ്മയുടെ ഒരു തോന്നലല്ലേ എന്ന് പറയണം. അപ്പൊ രാധികയും വേണം ഞെട്ടി, ഇവളെന്താ പറയണേ? പെട്ടെന്ന് രേഖയുമായിട്ട് ഗീത് പറഞ്ഞു, അതെ അതിബുദ്ധിയുള്ള പൊന്മാന് കിണറ്റിലെ മുട്ടയിടുകളെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നേ. അല്ല രാധികാമ്മ നമുക്കിട്ടൊരു പണി തന്നു, പക്ഷേ രാധികാമ്മ പ്രതീക്ഷിച്ചില്ല ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളൂ എന്നുള്ള അവസ്ഥ. ഇപ്പൊ പെടാൻ പോകുന്ന ആരാ? രാധികാമ്മ വരുണേട്ടനാന്ന് പറയാണ്. ഇത് കേട്ട് രാധികാമ്മ അടുത്ത് ഇവൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. ഗീത് വിചാരിച്ചു, എന്താ ഈ തെളിവുകളൊക്കെ വെച്ച് നിനക്ക് ഞങ്ങളെ പൂട്ടാൻ പറ്റുമെന്നു. പക്ഷെ ഈ തെളിവുകൾ വെച്ച് കണ്ണേട്ടൻ മനസ്സിലാക്കും യഥാർത്ഥ പ്രതികൾ ആരാന്ന്. രേഖ പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് മറഞ്ഞു നിന്നല്ലോ, നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. രേഖ പറയണം. കാഞ്ചന മനസ്സിലോർത്തു, ഇതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളൂന്ന് തോന്നുന്നേ. എന്റെ ദൈവമേ വാതി പ്രതിയാവുന്ന തോന്നുന്നതെന്ന് പറയണം. ഗീത പറഞ്ഞു, അല്ല രാധികാമേ, ഒരു കാര്യം കണ്ണേട്ട വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഇത്ര ബുദ്ധി കാണിച്ചല്ലേ ഞങ്ങളെ അവരെ രഞ്ജുവിനെ പൂട്ടിയിടുന്നത് നിങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തല്ലോ. പക്ഷെ എന്തുകൊണ്ട് രഞ്ജുവിനെ തുറന്നു വിടാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ തുറന്ന് രക്ഷിക്കാൻ ശ്രമിച്ചില്ല? ആ ഒരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഉണ്ടാവും. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ഗോവിന്ദനെ വിളിച്ചു പറഞ്ഞില്ല? രാധികാമ്മയെ വരുണും പെട്ടു, അത് ശരിയാണ്. ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയണ്ട, അല്ലെങ്കിൽ സ്പെയർ കീ എടുത്തുകൊണ്ട് ഒന്ന് തുറന്നു വിടുകയും ചെയ്യണ്ട. ഇത് രണ്ടും ചെയ്തിട്ടില്ല. ഗീത മനസ്സിലായി, ഇപ്പം മനസ്സിലായില്ലേ എന്താണ്? ഒരു ചോദ്യം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടുപേരും പെട്ടിയും പാക്ക് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ കണ്ണേട്ടം വരുന്നതിന് മുമ്പ് ഇവിടുന്ന് എങ്ങോട്ടേലും ഓടിപ്പോക്കോ. കണ്ണേട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് പിന്നെ അറിയാലോ. രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ലെന്ന് പറയണം. ഇത് കേട്ടതും രാധികാമ്മയുടെയും വരുണിന്റെയും ഉള്ളിൽ ആന്തലുണ്ടായി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പെട്ടെന്ന് ഗീത പറഞ്ഞതേ, ഒരു കാരണവശാലും ഞാൻ രഞ്ജുവിനെ ഇല്ലാതാക്കണമെന്ന് ശ്രമിച്ചിട്ടില്ല. കാരണം അവൾ എന്റെ ശത്രുവൊക്കെ തന്നെയാണ്. പക്ഷെ അവളെ ദ്രോഹിക്കണമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലെന്ന് പറയാണ്. പിന്നീട് ഗീതും രഹേനും കൂട്ടി രഹേച്ചി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അല്ല രഹേച്ചി, അതെ അവളുടെ രഞ്ജുവിന്റെ വിവരങ്ങൾ എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രേഖ പറഞ്ഞു, എങ്ങനെ അറിയാൻ പറ്റും? അത് മാത്രമല്ല, വിജയലക്ഷ്മി മാഡത്തിനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ശരിയാണ്, പക്ഷെ ഞാൻ എങ്ങനെ വിളിച്ചു പറയും? അവർ 2-3 വട്ടം വിളിച്ചിട്ട് ഞാനാണ് ഫോൺ എടുത്തിട്ടും കൂടി ഇല്ലെന്ന് പറയാം. അന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എത്രയും പെട്ടെന്ന് വിളിച്ച് കാര്യം പറ. ഇല്ല, ഒരു കാര്യം ചെയ്യാം, രേഖേച്ചി വിളിക്കും, ഞാൻ നമ്പർ തരാന്ന് പറയാം. അതെങ്ങനെയാ ഗീതു ഞാൻ വിളിക്കുന്നേ? ഗീത തന്നെ വിളിക്കാൻ പറയണം. പക്ഷെ ഗീത പറഞ്ഞു, അതിനേക്കാളും അത്യാവശ്യം ഇപ്പൊ എങ്ങനെ രഞ്ജുവിന്റെ കണ്ടീഷൻ അറിയണ്ട. ഒരു കാര്യം ഞാൻ ഗോവിന്ദനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കണം. എന്ത് മണ്ടത്തരോ ഗീത നീ കാണിക്കുന്നേ? ഇപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ ദേഷ്യപ്പെടുത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയണം. പക്ഷെ എന്താ ഒരു മാർഗം? അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഗീതന്റെ ഉള്ളിലേക്ക് ആ ഒരു കാര്യം കടന്നു വന്നേ. കാരണം
ഗോവിന്ദയുടെ ഫോൺ എടുത്ത് അല്ല ഗോവിന്ദേട്ടൻ രഞ്ജുവിനെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് ഷിബുവിനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. പക്ഷെ ഷിബുവിന്റെ കയ്യിൽ നിന്ന് കീ മേടിച്ച് പെട്ടെന്ന് അജാസാണ് കാർ എടുത്തോണ്ട് പോയത്. അജാസക്കാനെ വിളിച്ച കാര്യങ്ങൾ അറിയും. രേഖയോട് പറഞ്ഞു, രേഖച്ചി ഇപ്പം ഞാൻ വിവരങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു നേരെ അജാസിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇനി നമുക്ക് കാണണ്ടേ രഞ്ജുവിന് ബോധം തെളിയുന്നതും അവള് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.